നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അനധികൃതമായി മണ്ണ് നീക്കം ചെയ്ത കേസിൽ നിരവധി വാഹനങ്ങൾ പോലീസ് പിടികൂടി. കരിങ്കുന്നം പ്ലാന്റേഷനിലാണ് ടിപ്പറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പിടികൂടിയത്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായി ജയിലിലടച്ചതിനെതിരെ തൊടുപുഴയിൽ മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ ഉപവാസ സമരം നടത്തി. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല പരിശീലന പരിപാടികൾ ഏപ്രിൽ 9 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിലും മുന്തിരി വളരും. തെക്കുംഭാഗം ഉല്ലാസ് ഭവനിൽ SS ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ ടെറസിലാണ് മുന്തിരി സമൃദ്ധമായി വളരുന്നത്. വിഷുവിന്റെ വരവറിയിച്ച് കൃഷ്ണ വിഗ്രഹങ്ങൾ വ്യാപാരശാലകളിൽ ഇടം പിടിക്കുന്നു. വിവിധ വലുപ്പത്തിലും രൂപത്തിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഗ്രാമ നഗര വ്യാപാരശാലകളിൽ അഴക് വിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. അനധികൃതമായി മണ്ണ് നീക്കം ചെയ്ത കേസിൽ നിരവധി വാഹനങ്ങൾ പോലീസ് പിടികൂടി. കരിങ്കുന്നം പ്ലാന്റേഷനിലാണ് ടിപ്പറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പിടികൂടിയത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭരണാനുകൂല പിന്തുണയോടെയാണ് അനധികൃത മണ്ണെടുപ്പ് നടന്നതെന്നും പറയപ്പെടുന്നു. 7 ടിപ്പറുകൾ, പുതിയ രജിസ്ട്രേഷനിലുള്ള ഒരു കാർ, ബുള്ളറ്റ് എന്നിവയാണ് പിടിച്ചെടുത്തത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നതെന്നും പറയപ്പെടുന്നു. പരിശോധന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റ ഭീഷണിയിലാണെന്നും സംസാരമുണ്ട്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 7ാം ഉത്സവത്തോടനുബന്ധിച്ച് ആനക്കൂട് കവലയിൽ നടത്തിവരുന്ന എതിരേൽപ്പ് ഏപ്രിൽ 10 സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി കൺവീനർ TK സുധാകരൻ നായർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10,000-ലധികം പേർക്ക് പങ്കെടുക്കാവുന്ന വിധം വിപുലമായ രീതിയിൽ പ്രസാദ ഊട്ട് ഒരുക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയതായും വ്യക്തമാക്കി. ഡബിൾ തായമ്പക, നൃത്യങ്ങൾ, നാദസ്വരം, സ്പെഷ്യൽ തവിൽ, പാണ്ടിമേളം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളും എതിരേൽപ്പ് വിളക്ക്, ദീപക്കാഴ്ച, പറവെപ്പ് എന്നിവയും ഉണ്ടായിരിക്കും. എത്തിച്ചേരുന്ന ഭക്തർക്ക് വേണ്ടി വാഹന പാർക്കിംഗ് സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 7ാം ഉത്സവത്തോടനുബന്ധിച്ച് ആനക്കൂട് കവലയിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള എതിരേൽപ്പ് മഹോത്സവം ഈ പ്രാവശ്യവും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. വൈകിട്ട് 6 മുതൽ വേദിയിൽ കലാപരിപാടികൾ തുടങ്ങും. നൃത്യങ്ങൾ, മാനസ ജപലഹരി, ഡബിൾ തായമ്പക, നാദസ്വരം, സ്പെഷ്യൽ തവിൽ, പാണ്ടിമേളം തുടങ്ങിയവ നടത്തും. തുടർന്ന് മയിലക്കൊമ്പ് ക്ഷേത്രത്തിൽ നിന്നും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ തിടമ്പെഴുന്നള്ളി വരുന്ന ഗജവീരൻ ആനക്കൂട് പടിയിലെത്തും. അതിനുശേഷം എതിരേൽപ്പ് വിളക്ക്, ദീപക്കാഴ്ച, പറവെപ്പ് എന്നിവ ഉണ്ടായിരിക്കും. എതിരേൽപ്പ് കാണുന്നത് എത്തിച്ചേർന്ന ഭക്തർക്ക് വേണ്ടി അമ്പാടി ഹോട്ടലിന് എതിർവശത്ത് പഴയ പെട്രോൾ പമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് വാഹന പാർക്കിംഗ് സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട്. 10,000-ലധികം പേർക്ക് പങ്കെടുക്കാവുന്ന വിധം പ്രസാദ ഊട്ടിന് സൗകര്യം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇപ്രാവശ്യം ഏപ്രിൽ 10 ബുധനാഴ്ചയാണ് എതിരേൽപ്പ് മഹോത്സവം നടക്കുന്നത്. 6 മണി മുതൽ കുട്ടികളുടെ ഡാൻസ് ആരംഭിക്കും. 6:30 ഓടുകൂടി നമ്മുടെ പ്രശാന്ത് വർമ്മയുടെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അതിനുശേഷം വാദ്യകലാകേസരി ചന്ദ്രന്മാരാരും വാദ്യകലാനിധി ചിറയ്ക്കൽ നിതീഷ്മാരാരും അവതരിപ്പിക്കുന്ന ഇരട്ടത്തായ്മയുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ 10,000-ൽ പരം പേർക്ക് പതിവുള്ളതുപോലെ തന്നെ പ്രസാദൂട്ട് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ ദീപക്കാഴ്ച, അഡീഷണൽ വിളക്കുകൾ, അലങ്കാര വിളക്കുകളെല്ലാം വരും. നാളത്തോടുകൂടി
വൈകുന്നേരത്തോടുകൂടി തന്നെ അലങ്കാരങ്ങൾ കൊലപാടകൾ വെച്ചുള്ള അലങ്കാരങ്ങളെല്ലാം പൂർത്തീകരിക്കും. കൂടാതെ ഈ വരുന്ന തൊടുപുഴയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വാഹന പാർക്കിംഗ്. ഉത്സവാഘോഷമൊക്കെ ബന്ധപ്പെട്ട് പൊതുവെ അന്നേരം അത് പരിഹരിക്കുന്നതിനായി നമ്മൾ 1-2 ഗ്രൗണ്ടുകൾ, പ്രധാനപ്പെട്ടത് നമ്മുടെ അമ്പാടിയുടെ ഓപ്പോസിറ്റ് പഴയ പമ്പുണ്ടായിരുന്ന സ്ഥലം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് സൗജന്യ പാർക്കിംഗ് സംവിധാനം അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ വരുന്നത് വെച്ചാൽ എല്ലാ വിഭാഗം ജനങ്ങളും എത്തുന്നൊരു ഉത്സവമാണ് ആനക്കൂട് എതിരേൽപ്പ്. എന്ന് വെച്ചാൽ റോഡിൽ നടക്കുന്നൊരു പ്രോഗ്രാം എന്നുള്ളതായിരിക്കും. പല സ്ഥലങ്ങളിൽ നിന്നും ആസ്വാദകരൊക്കെ എത്തുന്നുണ്ട്, പല ആസ്വാദകരൊക്കെ അന്നേരം അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എത്തുക എന്നുള്ള സംഘാടകരെ സംബന്ധിച്ച് ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും പൂർത്തീകരിച്ചു വരികയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ TK സുധാകരൻ നായർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായി ജയിലിലടച്ചതിനെതിരെ കേരളത്തിലെ 14 ജില്ലകളിലും ഉപവാസ സമരം നടത്തി. അതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉപവാസ സമരം ആം ആദ്മി പാർട്ടി വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി സാലിക്കുട്ടി ജോസ് ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ മോദി സർക്കാർ ED ഉപയോഗിച്ച് അന്യായമായി ജയിലിലടച്ചതിനെതിരെ കേരളത്തിലെ 14 ജില്ലകളിലും ഉപവാസ സമരം നടത്തി. അതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉപവാസ സമരം ആം ആദ്മി പാർട്ടി വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി സാലിക്കുട്ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മദ്യനയത്തിൻ പേര് പറഞ്ഞ് കള്ളക്കേസിൻ പേര് പറഞ്ഞ് ED എന്നൊരു ഏജൻസി BJPയുടെ ഏജൻസി. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് വത്സമ ജോസഫ്, തൊടുപുഴ മണ്ഡലം സെക്രട്ടറി മായ ബാബു, പീരിമേട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ജേക്കബ്, തൊടുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ റോബിൻ സെബാസ്റ്റ്യൻ, ഔസേപ്പച്ചൻ പഴയിടം, സോഷ്യൽ മീഡിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജി K പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 50ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോടിക്കുളം പഞ്ചായത്തിലെ 230ഓളം വഴിവിളക്കുകൾ പ്രവർത്തിപ്പിക്കുവാനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചു. രാത്രികാലങ്ങളിൽ കോടിക്കുളം പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ വഴിവിളക്കുകൾ തെളിയുന്നില്ലെന്ന BBC ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. കോടിക്കുളം പഞ്ചായത്തിലെ 230ഓളം വഴിവിളക്കുകൾ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ച് പഞ്ചായത്ത്. രാത്രികാലങ്ങളിൽ കോടിക്കുളം പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ വഴിവിളക്കുകൾ തെളിയുന്നില്ല എന്ന BBC ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. ആദ്യഘട്ടമായി കാളിയാർ പാലം മുതൽ ഞർക്കുറ്റി വരെയും തെന്നത്തൂർ മുതൽ കുന്നം വരെയുമുള്ള വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷേർലി ആന്റണി അറിയിച്ചു. സ്ട്രീറ്റ് ലൈൻ മെയിൻ്റനൻസിൽ ഉൾപ്പെടുത്തി വെച്ചിരുന്ന തുക ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിൽ എല്ലാം തെളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരംഭം കുറിച്ചിട്ടുണ്ട്. നമുക്ക് കാളിയാർ പാലം മുതൽ ഞർക്കുറ്റി വരെയും അതുപോലെ തന്നെ തെന്നത്തൂർ മുതൽ കുന്നം വരെയുള്ള മെയിൻ റോഡ് സൈഡിലുള്ള മുഴുവനും സ്ട്രീറ്റ് ലൈറ്റുകളും തെളിക്കുന്നതിനുള്ള സംവിധാനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോടിക്കുളം പഞ്ചായത്തിൽ 230ഓളം ലൈറ്റുകൾ തെളിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മെയിൻ്റനൻസ് പൂർത്തീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല പരിശീലന പരിപാടികൾ ഏപ്രിൽ 9 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നീന്തൽ, ഫുട്ബോൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളാണ് നടത്തുന്നത്. 4 വയസ്സ് മുതൽ +2 വരെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഇൻഡോർ ഗെയിംസ്, ഫിലിം ഷോ, ഈസി ഗെയിംസ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല നീന്തൽ, ഫുട്ബോൾ, സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലന ക്ലാസുകൾ ഏപ്രിൽ 9 ആരംഭിക്കും. വണ്ടമറ്റം അക്വാട്ടിക് സെന്ററുമായി സഹകരിച്ച് നടത്തുന്ന നീന്തൽ കോച്ചിങ്ങിൽ 4 വയസ്സ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. ബോയേഴ്സ് ക്ലബ് അർക്കോളവുമായി സഹകരിച്ച് നടത്തുന്ന ഫുട്ബോൾ കോച്ചിങ്ങിലും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളിലും 5 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും. 500, 1500 എന്നിങ്ങനെയാണ് ഫീസ്. ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് പരിശീലനം. ഇൻഡോർ ഗെയിംസ്, ഫിലിം ഷോ, ഈസി ഗെയിംസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. നീന്തൽ അത് വണ്ടമറ്റം അക്വാറ്റിക് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുക. പിന്നീട് ഫുട്ബോൾ അത് ബോയേഴ്സ് ക്ലബ്ബ് അറക്കളവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നടക്കുക. പിന്നീട് സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ
ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. പരിശീലനം സാധാരണ രാവിലെ മുതൽ ഉച്ച വരെ ആയിരിക്കും. ഉച്ച കഴിഞ്ഞ് ഇൻഡോർ ഗെയിംസ് കാലാവസ്ഥ ഇണങ്ങുന്നതനുസരിച്ച് ഇൻഡോർ ഗെയിംസിനോടൊപ്പം മറ്റ് ചില ഔട്ട്ഡോർ ഗെയിംസും കൂടി സംഘടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഫിലിം ഷോ, ഈസി ഗെയിംസ്, പിക്നിക്സ് തുടങ്ങിയ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ലൂയിസ് ജെ പാറത്താഴം, സെക്രട്ടറി ആന്റണി എൻ കെ, വൈസ് പ്രസിഡന്റ് വിശ്വനാഥൻ പി എൻ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ വിൽസൺ കെ ജോൺ, ഗബ്രിയൽ കുര്യാക്കോസ്, ജോഷി മാത്യു, ജോർജ് ടി യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിലും മുന്തിരി വളരും. തെക്കുംഭാഗം ഉല്ലാസ് ഭവനിൽ SS ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ ടെറസിലാണ് മുന്തിരി സമൃദ്ധമായി വളരുന്നത്. 2 വർഷം മുൻപാണ് നഴ്സറിയിൽ നിന്നും വാങ്ങിയ മുന്തിരിയുടെ തൈ നട്ടത്. ഇപ്പോൾ മുന്തിരി വിളവെടുപ്പിന് പാകമായി. മുന്തിരി കാഴ്ചയിലേക്ക്. 2 വർഷം മുൻപാണ് നഴ്സറിയിൽ നിന്നും വാങ്ങിയ മുന്തിരിയുടെ തൈ നട്ടത്. ഇപ്പോൾ മുന്തിരി വിളവെടുപ്പിന് പാകമായി. നമ്മുടെ വീടുകളിലും മുന്തിരിക്കുലകൾ പിടിക്കും. തൊടുപുഴ തെക്കുംഭാഗം ഉല്ലാസ് ഭവനിൽ SS ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ ടെറസിലാണ് മുന്തിരി സമർത്ഥമായി വളരുന്നത്. 2 വർഷം മുൻപാണ് മുന്തിരി നട്ടത്. വളർന്നു വന്ന മുന്തിരി ചെടി വീടിന്റെ ടെറസിൽ പന്തലിട്ട് കയറ്റിവിടുകയായിരുന്നു. നമ്മുടെ നാട്ടിലും മുന്തിരി വളരുമെന്ന് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു. ഞാൻ 2 വർഷം മുമ്പ് നഴ്സറിയിൽ നിന്ന് മേടിച്ച തൈയാണിത്. 4 മേടിച്ചു. യൂട്യൂബിൽ നോക്കിയാണ് ഞാനത് എൻ്റെ പണി പഠിച്ചത്. അപ്പോൾ അവസാനം ഒരു 2 അടി സമയത്തുള്ള കുഴിയെടുത്തു. അതിനകത്ത് ചാണകം, കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിണ്ണാക്ക് ഇതെല്ലാം ഇട്ട് കുഴി നിറച്ച് അതിനകത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് തൈ വെച്ചത്. തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേനും കൂമ്പെടുക്കാൻ തുടങ്ങി. അത് പിന്നെ നേരെ ആ ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റി വിടുകയത്. അപ്പോൾ എപ്പോഴും ദിവസം നന വേണം. നന അത്യാവശ്യമാണ്. വെള്ളം ഓവറാകാനും പാടില്ല. നല്ല ഒരു മുന്തിരി വള്ളിയാണ് വേണ്ടത്. നഴ്സറിയിൽ നിന്നും വാങ്ങുന്ന വള്ളികളാണ് കൂടുതൽ ഉത്തമം. ഒരു പെൻസിൽ കനത്തിലുള്ള ഏകദേശം 30 സെന്റിമീറ്റർ നീളമുള്ള മുന്തിരി വള്ളിയാണ് ആവശ്യം. ഇത് ഒരു കുഴിയെടുത്ത് നടുകയാണ് ചെയ്യേണ്ടത്. കുഴിയിൽ ചാരവും ചാണകപ്പൊടിയും കൂടെ ചവറുകൾ ഇടുന്നതും നന്നായിരിക്കും. ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഇത് നടുന്നത് വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. മാത്രമല്ല ഇതിന്റെ വളർച്ചയ്ക്ക് വെള്ളവും അത്യാവശ്യം തന്നെയാണ്. കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാൽ ചാണകവും പിണ്ണാക്കും നന്നായി മിക്സ് ചെയ്ത് പുളിപ്പിച്ചതിന് ശേഷം ഇതിന്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ധാരാളം മുന്തിരിക്കുലകൾ ഉണ്ടാകാൻ സഹായിക്കും. വളർന്ന് ശരിക്കും ചാണകം, പച്ചച്ചാണകം കലക്കി വെച്ച് വേപ്പിണ്ണാക്കും വെല്ലുവിളിയെല്ലാം ഇട്ട് പുളിപ്പിച്ച് ഒരു 7 ദിവസം പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി ഒഴിച്ച് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 15-20 ദിവസം പൂവും അപ്പം കായുവാടി വരും. അതുപോലെ മഴ പാടില്ല. മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം പൂവും തല്ലിപ്പിരിഞ്ഞ് പോവും. അതിനുശേഷം ദിവസം നന വേണം. നന അത്യാവശ്യമാണ്. കാരണം ചുവട്ടിൽ എപ്പോഴും തണുപ്പ് വേണം. മുകളിൽ നല്ല വെയിലും വേണം. മുന്തിരി തൈകൾ ഒന്ന് വളർന്നു തുടങ്ങിയാൽ പിന്നെ അതിനാവശ്യം നല്ല ബലമുള്ള പന്തലാണ്. വള്ളികൾക്ക് ചുറ്റി വളരാനുള്ള പന്തൽ ശരിയാക്കുക. വളർന്ന് പന്തലിലേക്ക് പിടിച്ചു തുടങ്ങിയാൽ നന്നായിട്ട് വളർന്നു പോകുന്ന 2 തണ്ടുകൾ മാത്രം നിർത്തി ബാക്കിയുള്ളത് മുറിച്ചു കളയുക. ഇനി മുന്തിരിവള്ളികൾ നന്നായി വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് കായ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ്. അതിന് ശരിയായ പരിചരണം കൊടുക്കണം. പടർന്ന ചെടികളിൽ കൂമ്പുകൾ വരും. അത് നുള്ളിക്കളയുക. അപ്പോൾ പുതിയത് വരികയും അതിൽ മുന്തിരി പിടിക്കാനും സാധ്യത കൂടുതലാണ്. ആദ്യ വർഷം കുറച്ചേ പിടിക്കൂ. പക്ഷെ അടുത്ത വർഷങ്ങളിൽ ഒരുപാട് കുലകൾ പിടിക്കും. എന്തായാലും തൊടുപുഴയിലെ ടെറസിന്റെ മുകളിൽ മുന്തിരി കുലച്ചു കിടക്കുന്ന കാഴ്ച എല്ലാവരെയും ആകർഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിഷുവിന്റെ വരവറിയിച്ച് കൃഷ്ണ വിഗ്രഹങ്ങൾ വ്യാപാരശാലകളിൽ ഇടം പിടിക്കുന്നു. വിവിധ വലിപ്പത്തിലും രൂപത്തിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഗ്രാമ നഗര വ്യാപാരശാലകളിൽ അഴകു വിരിക്കുന്നത്. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. വിഷുദിനത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് കണി കണ്ട് ഉണരൽ തന്നെയാണ്. ജാതിമത ഭേദമന്യേ ഓരോ മലയാളിയും ഐശ്വര്യ സമ്പദ് പ്രതീകങ്ങളെ കണി കണ്ടുണരുന്നു. ഹൈന്ദവ വിശ്വാസികൾ പുല്ലാങ്കുഴൽ ഊതുന്ന ശ്രീകൃഷ്ണനെ കണി കാണുന്നു. അതുകൊണ്ട് തന്നെ വിഷുക്കാലം എത്തിയാൽ മലയാള നാട്ടിലെ വ്യാപാരശാലകളിൽ അഴകുവിരിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ അണിനിരക്കാൻ തുടങ്ങും. വ്യാപാരശാലകളിൽ കൃഷ്ണ വിഗ്രഹങ്ങളുടെ നീണ്ട നിരയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. വിഷുവിന് കണിയൊരുക്കുമ്പോൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കണ്ണന്റെ വിഗ്രഹം. നീല നിറത്തിലുള്ള വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുമുള്ളത്. 200 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഇക്കുറി വിഗ്രഹങ്ങൾക്ക് വില. പൾപ്പും ഫൈബറും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വിഷു സീസണിൽ എത്തിയ വിഗ്രഹങ്ങളെക്കാൾ ഇരട്ടിയിലധികം കണ്ണന്മാരെയാണ് ഇക്കുറി വ്യാപാരശാലകളിൽ എത്തിച്ചിരിക്കുന്നത്.
വിഷുപ്പുലരി അടുക്കുന്നതോടെ കൃഷ്ണവിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വരികയാണ്. ഒപ്പം പ്ലാസ്റ്റിക് കണിക്കൊന്നയും ഇക്കുറി വിഷുക്കണി വ്യാപാരത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾ വിപണിയിലെത്തിയപ്പോൾ തന്നെ വ്യാപാരം പൊടിപൊടിക്കാൻ തുടങ്ങിയതായി വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. റംസാൻ വിഷുദിനാഘോഷങ്ങളോടനുബന്ധിച്ച് തൊടുപുഴയിൽ വസ്ത്രവ്യാപാരം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപയോക്താക്കളുടെ ഇഷ്ടാനുസരണം ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഒരുക്കിയിരിക്കുകയാണ് തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സും. എല്ലാവിധ വസ്ത്രങ്ങളും വ്യത്യസ്ത ഓഫറുകളിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പഞ്ചായത്തിലെ 9ാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാത്രി സാമൂഹിക വിരുദ്ധർ മാലിന്യം കൊണ്ടുവന്ന് തള്ളി. കാരിപ്പാറ തെന്നത്തൂർ റോഡ്, വണ്ടമറ്റം ഞാറുകുറ്റി ബൈപ്പാസ് റോഡ് അരികിലുമാണ് കെട്ടുകണക്കിന് ചാക്ക് മാലിന്യം തള്ളിയിരിക്കുന്നത്. കുറ്റക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് പഞ്ചായത്ത് അംഗം പോൾസൺ മാത്യു പറഞ്ഞു. കോടിക്കുളം പഞ്ചായത്തിലെ 9ാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാത്രി സാമൂഹിക വിരുദ്ധർ മാലിന്യം കൊണ്ടുവന്ന് തള്ളി. കാരിപ്പാറ തെന്നത്തൂർ റോഡ്, വണ്ടമറ്റം ഞാറുകുറ്റി ബൈപ്പാസ് റോഡ് അരികിലുമാണ് കെട്ടുകണക്കിന് ചാക്ക് മാലിന്യം തള്ളിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ചാലക്കാമുക്ക് ഇല്ലിച്ചുവട റോഡ് നീളെ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം ഉപേക്ഷിച്ചിരുന്നു. ഇതോടെ കോടിക്കുളം പഞ്ചായത്തിലെ റോഡുകളെല്ലാം മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. കുറ്റക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോൾസൺ മാത്യു പറഞ്ഞു. പഞ്ചായത്തിന്റെ 6ാം വാർഡ്, 7ാം വാർഡ്, 9ാം വാർഡ് ഉൾപ്പെടെ 4-5 വാർഡുകളിൽ മെയിൻ റോഡുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വ്യാപകമായ രീതിയിലാണ് ഈ മാലിന്യം കൊണ്ട് ഉള്ളിൽ തള്ളിയിരിക്കുന്നത്. മാലിന്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് എടുക്കാൻ അറയ്ക്കുന്ന രീതിയിലുള്ള മാലിന്യങ്ങൾ എവിടുന്നോ ശേഖരിച്ചുകൊണ്ട് വന്ന് അത് ബുദ്ധിപൂർവ്വം ആൾക്കാരില്ലാത്ത പ്രദേശങ്ങൾ നോക്കി, പ്രത്യേകിച്ച് 9ാം വാർഡിൻ്റെ
ഞർക്കുറ്റി വണ്ടപറ്റം ബൈപ്പാസ് റോഡ്, അതുപോലെ ഞർക്കുറ്റി വണ്ടപറ്റം ബസ് റൂട്ടിൽ, അതുപോലെ പാറപ്പുഴ കുന്നം റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വ്യാപകമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തള്ളിയിരിക്കുന്നത്. ഇതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഉത്തരവാദിത്തപ്പെട്ടവരുമായി ആലോചിച്ച് ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഉടുമ്പൻചോല മണ്ഡലത്തിൽ പര്യടനം നടത്തി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. പുതുകിലിൽ നിന്ന് ആരംഭിച്ച പര്യടനം ഉടുമ്പൻചോല മണ്ഡലം MLA MM മണി ഉദ്ഘാടനം ചെയ്തു. LDF ഉടുമ്പൻചോല മണ്ഡലം കൺവീനർ PN വിജയൻ അധ്യക്ഷത വഹിച്ചു. പുതുകിലിൽ നിന്നും കുമ്പപ്പാറയിലേക്ക് തുറന്ന വാഹനത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ പരമ്പരാഗത രീതിയിൽ ആരതി ഒഴിഞ്ഞും കുരവിയിട്ടും ഉപചാരങ്ങളോടെയാണ് സ്വീകരിച്ചത്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ പര്യടനം നടത്തി LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. പുതുകിലിൽ നിന്ന് ആരംഭിച്ച പര്യടനം ഉടുമ്പൻചോല മണ്ഡലം MLA MM മണി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് വേണ്ടിയും ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയും പൊരുതിയ വ്യക്തിയാണ് ജോയ്സ് ജോർജ് എന്നും പിന്നീട് വന്ന MP ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി ശബ്ദിക്കാത്ത വ്യക്തിയാണെന്നും MM മണി പറഞ്ഞു. അതുകൊണ്ട് ആ ദുരന്തം ഇനിയും കേരളത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഇടയാവരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF ഉടുമ്പൻചോല മണ്ഡലം കൺവീനർ PN വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VN മോഹനൻ, രാജാക്കാട് ഏരിയ സെക്രട്ടറി MN ഹരിക്കുട്ടൻ, ജില്ലാ കമ്മിറ്റി അംഗം VA കുഞ്ഞുമോൻ, സുമാ സുരേന്ദ്രൻ, VV ഷാജി, രാജാക്കാട് ഏരിയ സെക്രട്ടറി NP സുനിൽകുമാർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CU ജോയ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VK ധനപാൽ, CPI ശാന്തൻപാറ മണ്ഡലം സെക്രട്ടറി KC ആലീസ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സനൽകുമാർ മംഗലശ്ശേരി, കേരള കോൺഗ്രസ് B ജില്ലാ പ്രസിഡന്റ് രതീഷ് അത്തിക്കുഴി, യൂത്ത് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി വിപിൻ C അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. പുതകലിൽ നിന്നും കുമ്പപ്പാറയിൽ തുറന്ന വാഹനത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ പരമ്പരാഗത രീതിയിൽ ആരതിയുടെയും കുരവിയിട്ടും ഉപചാരങ്ങളോടെയാണ് സ്വീകരിച്ചത്. പിന്നീട് ഖജനപ്പാറ, നടുമുറ്റം, രാജകുമാരി സൗത്ത്, രാജകുമാരി നോർത്ത് എന്നിവിടങ്ങളിൽ ജോയ്സ് ജോർജ് പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ലോക്സഭാ മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ പീരുമേട് നിയോജക മണ്ഡലം കൺവെൻഷൻ വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ പൊതുപ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് NDA സ്ഥാനാർത്ഥിയുടെ പീരുമേട് നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ BJP ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് C സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. BJP പീരുമേട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അമ്പിയിൽ മുരുകൻ സ്വാഗതം ആശംസിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ ഉപാധ്യക്ഷൻ K കുമാർ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, BJP സംസ്ഥാന കൗൺസിൽ അംഗം G കൃഷ്ണൻകുട്ടി, നേതാക്കളായ AV മുരളീധരൻ, ഷാജി നെല്ലിപ്പറമ്പിൽ, പ്രിയ റെജി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പ്രസംഗിച്ചു. വർഷങ്ങളായി പ്രതിസന്ധി നേരിടുന്ന പീരുമേട് തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിനിധിയായി ഇടുക്കി ജില്ലയിൽ നിന്നും തന്നെ തെരഞ്ഞെടുക്കണമെന്ന് സംഗീത വിശ്വനാഥൻ അഭ്യർത്ഥിച്ചു. പാർലമെന്റിലേക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പറഞ്ഞേക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരൊരാളെ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൽ മാർഗം മുടക്കുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ശക്തരായ കരുത്തരായ പ്രവർത്തകരോടൊപ്പം പ്രിയപ്പെട്ട സാരഥി ഇതുവഴി കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. തുടർന്ന് വണ്ടിപ്പെരിയാർ ടൗണിൽ NDA സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയോടെയാണ് സ്ഥാനാർത്ഥിയുടെ പീരുമേട് മണ്ഡലം തല പൊതുപ്രചാരണ പരിപാടിക്ക് സമാപനമായത്. CPIM കോൺഗ്രസ് പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ചേർന്ന 4 പേർക്ക് കൺവെൻഷനിൽ വെച്ച് സ്വീകരണം നൽകി. BJP പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KT അരുൺ, സനീഷ് കോമ്പറമ്പിൽ, N രമേഷ്, ഗോപാൽ ജി തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് മണ്ഡലം പര്യടനം നടന്നു. വെൺമണിയിൽ നിന്ന് ആരംഭിച്ച മണ്ഡലം പര്യടനത്തിന്റെ ഉദ്ഘാടനം NCP നേതാവ് അനിൽ കൂവപ്ലാക്കൽ നിർവഹിച്ചു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പര്യടനം നടന്നു. വെൺമണിയിൽ നിന്ന് ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനത്തിന് പഴയരിക്കണ്ടം, കഞ്ഞിക്കുഴി, ചേലച്ചുവട്, കീരിത്തോട് പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി. പാർലമെന്റ് അംഗം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തിന്റെ മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ഭരണഘടന, ആ ഭരണഘടനയുടെ തത്വങ്ങളെയും ധാർമ്മികതയും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന നിലപാടുകളുമായിട്ടാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ
കൃത്യമാർന്ന ആശയ ദൃഢതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും പറയേണ്ടതുണ്ട്. സ്വീകരണ പരിപാടികൾക്ക് CPI ജില്ലാ സെക്രട്ടറി സലീംകുമാർ, LDF നേതാക്കളായ ഷാജി കാഞ്ഞമല, റോമിയോ സെബാസ്റ്റ്യൻ, CU ജോയ്, PB സബീഷ്, CB പേന്താനം, എബിൻ ജോസഫ്, K സന്തോഷ് കുമാർ, ജോഷി മാത്യു എന്നിവർ നേതൃത്വം നൽകി. നിരവധി LDF പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃതമായി മണ്ണ് നീക്കം ചെയ്ത കേസിൽ നിരവധി വാഹനങ്ങൾ പോലീസ് പിടികൂടി. കരിങ്കുന്നം പ്ലാന്റേഷനിലാണ് ടിപ്പറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പിടികൂടിയത്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായി ജയിലിലടച്ചതിനെതിരെ തൊടുപുഴയിൽ മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ ഉപവാസ സമരം നടത്തി. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല പരിശീലന പരിപാടികൾ ഏപ്രിൽ 9 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിലും മുന്തിരി വളരും. തെക്കുംഭാഗം ഉല്ലാസ് ഭവനിൽ SS ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ ടെറസിലാണ് മുന്തിരി സമൃദ്ധമായി വളരുന്നത്. വിഷുവിന്റെ വരവറിയിച്ച് കൃഷ്ണ വിഗ്രഹങ്ങൾ വ്യാപാരശാലകളിൽ ഇടം പിടിക്കുന്നു. വിവിധ വലുപ്പത്തിലും രൂപത്തിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഗ്രാമ നഗര വ്യാപാരശാലകളിൽ അഴക് വിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.